ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഒടുവിൽ ശ്യാമയുള്ള അതേ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് രാധിക. അവിടെ എത്തിയപ്പോഴേ അമ്മയുടെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാനിടയായി. എന്നാൽ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. പക്ഷേ ബിച്ചുവിനെ കാണാനായിട്ടായിരുന്നു രാധിക വന്നത്. ബിച്ചുവിനെ കാണാനും പിന്നെ കൂട്ടിക്കൊണ്ടു പോകാനും. പക്ഷേ ബിച്ചുവിനെ കൊണ്ടുപോകണമെങ്കിൽ 3 ലക്ഷം രൂപയാണ് ഇനി അവിടെ അടയ്ക്കേണ്ടത്. അത്രയും തുക, അതൊരു വലിയ തുകയായതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു തുക പെട്ടെന്ന് അടയ്ക്കാൻ അവരുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എങ്കിലും ശ്യാമയുടെ ആ ഒരു കാര്യമാണ് രാധികയുടെ മനസ്സിൽ കൂടുതലായി ഉള്ളത്. ആ സമയത്താണ് വീണ്ടും ബിച്ചു ഈ ഒരു കാര്യം പറയുന്നത്. രാധികയുടെ മുഖം കണ്ടപാടെ രാധിക ചേച്ചിയെ പോലെ ഒരു ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വന്നതും പെട്ടെന്ന് തന്നെ ബിച്ചുവിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് രാധികയും ആ ചേച്ചിയും കൂടിയിട്ട്. നമുക്ക് ഏതായാലും ഒന്ന് തിരക്കേ പറ്റൂ എന്ന് രാധിക. ഈ സമയത്താണ് സെക്യൂരിറ്റി രാധികയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നത്, വിസിറ്റേഴ്സ് സമയം കഴിഞ്ഞു, നിങ്ങൾ പുറത്തു പോയേ പറ്റൂ എന്ന്. അല്ല ചേട്ടാ, ഞങ്ങൾ കുറച്ചു നേരം കൂടി എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇദ്ദേഹം വാശി പിടിക്കുകയാണ്, ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഈ സമയം വീണ്ടും 2 സ്ത്രീകൾ സെക്യൂരിറ്റി ശ്യാമയും അമൃതയും വായ്പൊത്തി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ രാധിക അവിടെ നിന്ന് സംസാരിക്കുന്നത് ശ്യാമ കാണുന്നുണ്ടായിരുന്നു. വായ പൊത്തിയത് കാരണം പെട്ടെന്ന് സംസാരിക്കാനും കഴിയുന്നില്ല. എങ്കിലും ശ്യാമ പറ്റുന്നതുപോലെ ശ്രമിക്കുന്നു. മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമയുടെ മുഖം മാറ്റി പിടിക്കുകയാണ്. എങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമയെ. രാധിക അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. രാധിക ശ്യാമ കൈ പൊക്കി ഉയർത്തി കാണിക്കുന്നുണ്ട്. തുടർന്ന് മറ്റൊരു സെക്യൂരിറ്റി അവിടേക്ക് വന്നു. രാധിക അങ്ങോട്ടേക്ക് പോകാൻ പോയപ്പോൾ ആ സെക്യൂരിറ്റി തടയുകയാണ്. 2 പേരെയും പുറത്തേക്ക് തള്ളുന്നുണ്ട്. പുറത്ത് കിടക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് 2 പേരെയും പുറത്ത് പിടിച്ച് തള്ളി. അത് എൻ്റെ അമ്മയുടേതാണ് എന്നൊക്കെ രാധിക പറയുന്നു. എന്താ ഈ പറയുന്നത്? മോളുടെ അമ്മ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നാ ചേച്ചി പറയുന്നു. ഇല്ല ചേച്ചി, അതെൻ്റെ അമ്മ തന്നെയാണ് എന്ന് രാധിക പറയുമ്പോൾ ആ ചേച്ചി പറയുന്നു, ഇവിടെ ആരോടും ചോദിക്കേണ്ട, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ വഴി നോക്കാം, അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത ആൾക്കാരാണ് എന്നൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട്. ശേഷം അമൃതയും ശ്യാമയും പിടിച്ച് മുറിയിലേക്ക് തള്ളുകയാണ്. അവരെല്ലാം തള്ളിയിട്ട് ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് ശ്യാമ അവിടെ സ്തംഭിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. ശ്യാമയുടെ കരണത്തടിക്കുന്നു. അങ്ങനെ ശ്യാമ തറയിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ആ സിസ്റ്റർ ശ്യാമയ്ക്ക് ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ തുടങ്ങുന്നു. വേണ്ട, ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് കരയുന്നുണ്ട് ശ്യാമയും അമൃതയും കൂടി. എന്നാലും അവർ ശ്യാമയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്യാമ മയക്കത്തിലേക്ക് പോവുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ തൊട്ടരികിൽ നിന്ന് കരയുകയാണ് അമൃത. രാധിക ചേച്ചിയോട് പറയുന്നു, എനിക്ക് ഒരു വലിയ പ്രതീക്ഷ കിട്ടിയതായിരുന്നു, എന്നെപ്പോലെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെങ്ങനെയാണ് മോളുടെ അമ്മ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ ആ ചേച്ചി രാധികയോട് പറയുന്നുണ്ട്. ഒരു ചെറിയ തോന്നലിൻ്റെ പിറകെയും എനിക്ക് പോയേ പറ്റൂ ചേച്ചി, ആര് പറയുന്നതും എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട്, അത് എനിക്കൊരു സംശയമില്ലെന്ന് രാധിക പറയുന്നു. അമ്മയെ ഇവിടെ എവിടെയോ പൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്, അതെവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് രാധിക പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ പോവാം, മോൻ്റെ അടുത്തേക്ക് വീണ്ടും എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും, അപ്പോൾ ഒന്നുകൂടി കയറി നോക്കാമെന്ന് പറയുന്നു. ഒരു കാര്യം ചേച്ചി പറഞ്ഞത് സത്യമാണ്, ഭ്രാന്തിനേക്കാൾ ഭീകരമാണ് ഭ്രാന്തിനെ ചികിത്സിക്കുന്ന സ്ഥലം. എല്ലാവരും പ്രശ്നമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ ബിച്ചുവിനെ നമുക്കിവിടുന്ന് മാറ്റണം. ഇത് കേട്ട് ചേച്ചി പറയുന്നു, കുറച്ച് കാശ് എന്നെ കൊണ്ട് ഒപ്പിക്കാൻ സാധിക്കും, പക്ഷേ ഡോക്ടർ പറഞ്ഞതിൻ്റെ അത്രയും കാശ് അത്രയും പറ്റില്ല, നമ്മളെ കൊണ്ട് ഒക്കാവുന്നത് അത്രയും ഒപ്പിക്കാം, എന്നിട്ട് വരുണിനെയും കൂട്ടി വന്ന് ഇവിടെ സംസാരിക്കാമെന്ന് രാധിക പറയുന്നു. എന്തായാലും മോനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് രാധിക. ചേച്ചി പേടിക്കണ്ട, അവനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം, എന്നിട്ട് വേറെ ഹോസ്പിറ്റലിലാക്കണ്ട, അവനെ നമുക്ക് വീട്ടിൽ തന്നെ നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കൂടെ നിൽക്കട്ടെ, അവൻ ഓക്കെ ആകും എന്ന് രാധിക പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാധികയും ആ ചേച്ചിയും അവിടെ നിന്ന് പോകുന്നത് ഡോക്ടർ നോക്കി നിൽക്കുന്നു. ശേഷം ഉർവശിയെ കാണിക്കുന്നുണ്ട്. ഉർവശിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കുന്നില്ല, എണീക്കാൻ സാധിക്കുന്നില്ല, ഒന്നിനും വയ്യ. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴാണ് ഭക്ഷണവുമായി പത്മിനി അവിടേക്ക് വരുന്നത്. എടുത്ത് എനിക്ക് കുറച്ച് വെള്ളം താ എന്ന് ഉർവശി പറയുന്നു. തറയിലിരിക്കുന്ന ആ ഉർവശിയെ ഒരു വിധത്തിൽ എടുത്ത് ബെഡിലേക്ക് ഇരുത്തുകയാണ് പത്മിനി. കുറച്ച് വെള്ളം തരാനായി പറയുന്നു. അങ്ങനെ ഉർവശിക്ക് വെള്ളം പിടിച്ചു കൊടുക്കുകയാണ് പത്മിനി. നീ എന്താ താഴെ എന്ന് ചോദിക്കുന്നു. ഇവിടുന്ന് വീണതാണ്, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല, ഞാൻ കരുതിയത് ഇനി ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ്, ഞാൻ ഇവിടെ കിടന്ന് ചാകൂ എന്നാ എന്നൊക്കെ ഉർവശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, എന്നോടും പരമേശ്വര ഏട്ടനോടും മക്കളോടും നീ കാണിച്ച ക്രൂരത മറക്കാൻ സാധിക്കുന്നതല്ലോ,
പക്ഷേ പട്ടിണി കിടക്കുന്നതും കൊല്ലുന്നതും മാന്യമായിട്ടുള്ള ഒരു പ്രതികാരത്തിന്റെ കൂലിയല്ലല്ലോ. നീ കുറച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പത്മിനി പറയുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ആർത്തിയോടെയാണ് ഉർവശി ആ ഭക്ഷണം കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെ സഹായിക്കാൻ വന്നത് നിന്റെ പ്രീതി പിടിച്ചു പറ്റാനോ നിന്നോട് സഹായം ചോദിക്കാനോ വേണ്ടിയിട്ടല്ല. എത്ര ദുഷ്ടത കാണിച്ചാലും അസുഖം വന്ന് ഒരാൾ ഇങ്ങനെ കിടക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. മാറണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കുക. അത് നിന്റെ ഇഷ്ടമല്ലേ. പക്ഷെ ഒരു കാര്യം, ജീവിതം പഠിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിനക്ക് പഠിക്കാനുള്ളതായിട്ടുണ്ട്. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിന്നാലെ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമായി നിനക്കറിയാം. നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടി തന്നില്ലേ നിന്റെ ഭർത്താവും മോനും കൂടി? പക്ഷേ ആ നേട്ടം നേടിയ അന്ന് മുതൽ തന്നെ മനസ്സമാധാനം എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ ഉർവശി? ഒരു ദിവസം നീ നേരെ ചെവേ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നീ ഒന്ന് നിലത്ത് നിൽക്ക്, എന്നിട്ട് ഭൂമിയെ തൊടുന്ന മനുഷ്യനെ പോലെ നടന്ന് കണ്ണ് തുറന്നു നോക്ക്. അപ്പോൾ നിന്നെ സ്നേഹിക്കുന്നവരാരാണ്? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പത്മിനി ഉർവശിയെ ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കരയുകയാണ് ഉർവശി. എന്നിട്ട് പത്മിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് രാധികയും ആ ചേച്ചിയും കൂടി. നമ്മൾ പോയ കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം ചേച്ചി, അതിനെക്കുറിച്ച് ഒന്നും മിണ്ടണ്ട എന്നൊക്കെ രാധിക പറയുന്നു. ഈ സമയത്ത് സ്കൂട്ടിയിൽ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു വരുണും അമ്മയും എല്ലാവരും കൂടി. ഇതാരാ സെറ്റാക്കിയത് എന്ന് രാധിക ചോദിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് സെറ്റ് ചെയ്തു എന്ന് വരുൺ പറയുന്നുണ്ട്. മുത്തശ്ശിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അമ്മ പറയുന്നു. താൻ ഇനിയും വൈകിയിരുന്നെങ്കിൽ ഈ ഫുഡ് ഞാൻ പുറത്തുപോയി കൊണ്ടു കൊടുത്തേനെയായിരുന്നു എന്ന് വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു, എങ്കിൽ എവിടെ പോയി കൊണ്ടുപോയി കൊടുത്തേനെ എന്ന്. അത് പിന്നെ തന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് എവിടെ വേണമെങ്കിലും കൊടുക്കാമല്ലോ എന്നും പറയുന്നു. അങ്ങനെ ഒരു തവണ പോയിരുന്നെങ്കിൽ പിറ്റേ ദിവസം സ്ഥിരമായി പോയേനെയായിരുന്നു അല്ലേ? മോള് പോയ കാര്യം എന്തായെന്ന് അമ്മ ചോദിക്കുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഭക്ഷണം കൊടുത്ത് വന്നിട്ട് ഡീറ്റെയിലായി പറയാമെന്നും രാധിക പറയുന്നു. കുറേ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവരോട് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാധിക ഭക്ഷണവുമായി പോകുന്നു. ചേച്ചി, അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വരുൺ ചോദിക്കുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് ചേച്ചിയും പറയുന്നു. ഈശ്വര, ഈ ഓട്ടപ്പാച്ചിലിൻ്റെ കൂലി എൻ്റെ കുഞ്ഞിന് കൊടുത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശി. ശേഷം ഗൗതമിനെ കാണിക്കുന്നുണ്ട്. ഗൗതമിൻ്റെ കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഉർവശി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഗൗതമിൻ്റെയും അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. നീ അമ്മയുടെ അവസ്ഥ കണ്ടോ? ആട്ടിപ്പായിച്ച് വിട്ടിരിക്കുകയാണ് എന്നെ. വീട്ടിൽ കാവലിൽ കിടക്കുന്ന ഒരു പട്ടിയുടെ വില പോലും ഇവിടെ ആരും എനിക്ക് തരുന്നില്ല എന്ന് ഉർവശി പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം തീരുമാനിക്കുന്നത് അച്ഛനും അവരും കൂടിയിട്ടല്ലേ എന്ന് ഗൗതം. ആഹാ സാറാന്ന് പറഞ്ഞവൾ അച്ഛൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അച്ഛൻ്റെ ഈ മാറ്റം മുഴുവനും. അപ്പം മുതലാണ് എന്നെയും നിന്നെയും അച്ഛന് ഒരു വിലയും ഇല്ലാതെ പോയത്. കാര്യം ശരിയാണ്, അവർ കോടീശ്വരിയാണ്. ചന്തത്തിൽ നടക്കാനറിയാം, പുറം ലോകം കണ്ട് പരിചയമുണ്ട്. പക്ഷേ ഒരു വിധിയുമില്ലാതെ നിന്റെ അച്ഛൻ നടക്കുമ്പോൾ കൂടെ നിന്നവളല്ലേ ഞാൻ. അതൊക്കെ നിന്റെ അച്ഛൻ മറന്നുപോയി. ഈ പോക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ എന്നെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട് ഉർവശി. അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഗൗതം. അച്ഛൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമുണ്ടാം മാറ്റം എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഞാനിപ്പോൾ ഒളിച്ചാണ് വീട്ടിൽ കയറിയത്. മഹാരോഗി എന്ന് പറഞ്ഞ് എന്നെ ആട്ടിയിറക്കും കണ്ടാൽ കാർക്കിച്ച് തുപ്പും. സത്യം പറഞ്ഞാൽ അതിനകത്ത് കെട്ടി തൂങ്ങിയാലോ എന്ന് വരെ അമ്മയ്ക്ക് തോന്നിയതാണ് എന്ന് ഉർവശി പറയുന്നു. എല്ലാം ശരിയാകുമെന്ന് ഗൗതം. അച്ഛൻ ജയിലിൽ കിടക്കുമ്പോഴും നീ കണിമംഗലത്ത് കയറാതെ തെരുവിൽ അലഞ്ഞ് നടക്കുമ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞ വാക്കാണ് എല്ലാം ശരിയാകുമെന്ന്. എന്നിട്ട് എന്തായി? ഒന്നും ശരിയായില്ല. എടാ മോനെ, നീയും അച്ഛനും മാത്രമാണ് അമ്മയുടെ ലോകം. അല്ലാതെ അമ്മ ജീവിതത്തിൽ വേറെന്താ കണ്ടിട്ടുള്ളത്? എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? കാഴ്ചകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്റെ അച്ഛൻ്റെ സന്തോഷം, നിന്റെ സന്തോഷം, അത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അത് പോട്ടെ, എന്തായാലും അമ്മ പോട്ടെ, വേറൊന്നുമല്ല. ആ സാറയുടെ മുന്നിൽ വെച്ച് അച്ഛൻ്റെ നാടി വാങ്ങാൻ വയ്യ എനിക്ക്. ശരി മോനെ എന്ന് പറഞ്ഞ് ഉർവശി പോവുകയാണ്. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് ഗൗതം. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ച് സുകുമാരിയമ്മയും പ്രിയങ്കയും കാറിലേക്ക് വന്ന് കയറുന്നുണ്ട്. പ്രിയങ്കയാണ് കാർ ഓടിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ അവർ സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങുമ്പോഴാണ് മുന്നിൽ രാധിക ഭക്ഷണപ്പൊതിയുമായി നിൽക്കുന്നത് കാണുന്നത്. 1-2 പേർക്ക് ഭക്ഷണം വിൽക്കുകയായിരുന്നു. അങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ തന്നെ രാധികയെ നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ് പ്രിയങ്കയെ. പൊതിച്ചോറ് കൊടുത്ത് കാശ് വാങ്ങലും ഒരർത്ഥത്തിൽ കൈനീട്ടൽ തന്നെയല്ലേ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അവൾ ഇത് തന്നെ ചെയ്തോളുമെന്ന് സുകുമാരിയമ്മ പറയുന്നുണ്ട്. അവളെ കൊല്ലാൻ നമുക്ക് പറ്റിയില്ല, പക്ഷേ ഇവൾ ഇത്രയ്ക്കും അധപ്പതിച്ചതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് അല്ലേ മുത്തശ്ശിയെന്ന് പ്രിയങ്ക പറയുന്നു. അവളും അവളുടെ ഭർത്താവും വിചാരിച്ചത് പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും വെല്ലുവിളിച്ച് തോൽപ്പിച്ച് കളയാമെന്നാണ്. അതിനൊന്നും അവളും അവളുടെ ഭർത്താവും വളർന്നിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് സുകുമാരിയമ്മ.
പിന്നെ ഓഫീസിലേക്ക് ഒരു 11 പൊതിച്ചോറും കൂടി നാളെ മുതൽ വേണമെന്ന് ഒരു പയ്യൻ വന്ന് പറയുന്നുണ്ട് രാധികയോട്. ഇതും അവർ കാണുന്നു. ആ പയ്യൻ കൊടുത്ത പണം വാങ്ങി രാധിക വണ്ടിയിൽ വെക്കുകയാണ്. എന്നിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവർ കാണുകയായിരുന്നു. ഇതവർക്ക് സഹിക്കുന്നില്ല. ഈ പൊതിച്ചോറ് വിറ്റാൽ ഇത്രയും കാശ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്ത് കഥയായത് എൻ്റെ സുകുമാരിയമ്മ? ഈ നിലയ്ക്കാണ് അവളുടെ കയ്യിൽ കാശ് കിട്ടുന്നതെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അവൾ നമ്മളെക്കാൾ മേലെ ആവുമല്ലോ എന്ന് പറയുന്നു. ഈ നാശം പിടിച്ചവൾക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് സുകുമാരിയമ്മ. ഇനി വളരാൻ അവളെ അനുവദിക്കരുത്. നമ്മൾ കാഴ്ചക്കാരികളായി നോക്കി നിൽക്കാനും പറ്റില്ല. അവളെ തകർക്കണമെങ്കിൽ ഇപ്പോൾ തകർക്കണമെന്ന് പറയുന്നു. അവൾ ഇനി കച്ചവടം ചെയ്യണ്ട. കുറച്ചു കാലം അവൾ ചെയ്യാൻ പാടില്ലെന്ന് പ്രിയങ്ക. അതിന് എന്താ ഒരു മാർഗമെന്ന് സുകുമാരിയമ്മ. ആക്സിഡന്റ് എന്നെ പ്രിയങ്ക പറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും രാധികയെ വീട്ടിലിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയങ്ക. വരാനിരിക്കുന്ന പുതുപുതിന എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.